പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഞാൻ നിൽക്കുന്നത് കല്ലടിക്കോടാണ് കേട്ടോ. കല്ലടിക്കോട് കാഞ്ഞിക്കുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ, ചെക്ക് പോസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 200 മീറ്റർ ദൂരത്തിലായിട്ട് കിടക്കുന്ന നല്ല അടിപൊളി ഒരു 17 സെൻറ്റാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഒരു ചെറിയൊരു വീടും ഏകദേശം ഒരു 800 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന ഒരു വലിപ്പമുള്ള ഒരു ഓടിട്ട വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ടാരറ്റ് റോഡ്. എല്ലാ വണ്ടികളും വരുന്നതാണ്. നമുക്കൊരു സ്കൂൾ ബസ്സൊക്കെ വരുന്ന കാണാം, ഉണ്ടോ? സ്കൂൾ ബസ് വരുന്ന കാണാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ളൊരു വീതിയുള്ള റോഡ് തന്നെയാണ് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അത്യാവശ്യം ഒരു വലിയൊരു മാവ് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. മാവല്ല, പ്ലാവാണ് കേട്ടോ. അത് ഒരു പ്ലാവ്, അപ്പുറത്തൊരു മാവ്, കുറച്ച് വാഴകൾ, ഒരു തെങ്ങ്, പിന്നെ പുറകിൽ 1-2 തെങ്ങുകളുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ആദായങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ഒരു പാർട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീടാണ്. പിന്നെ അതുപോലെ കുഴൽക്കിണറുണ്ട്, ബോർവെല്ലുണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരു ബോർവെല്ലുണ്ട് കേട്ടോ. ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫ്രണ്ടിൽ ചെറിയ മതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും കാര്യമില്ല, നമ്മൾ അതൊക്കെ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് വാങ്ങുന്ന ആളുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഫ്രണ്ടിൽ ഈ കാണുന്നൊരു ചെറിയൊരു കുന്നുപോലെ കിടക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ അവിടുത്തെ ഒരു തേക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടുന്ന്. ഈ കാണുന്നൊരു തേക്കുണ്ട്. ആ തേക്ക് മുതലാണ് നമ്മുടെ അതിരി എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലോട്ടാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ വീടിൻ്റെ ബാക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. നേരത്തെ ആളുകൾ താമസിച്ചിരുന്ന തന്നെയാണ്, പിന്നെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ചെറിയൊരു തൊട്ടപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട്. അടുത്തൊക്കെ വീടുകളുള്ള ഏരിയ തന്നെയാണ്. നമുക്ക് പിന്നിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെറിയൊരു വീട്, ആളുകൾ വന്ന് താമസിക്കാൻ പറ്റുന്ന, ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചോ ഒരു മാറലൊക്കെ തട്ടി ഒന്ന് നീറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു വീട് തന്നെയാണ്. ഇതിൻ്റെ അകം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അകത്തിൻ്റെ നമുക്ക് വാതിൽ തുറന്ന് കയറാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പറമ്പിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറിയേക്കാം. ഇത് ഫ്രണ്ടേജ് മാത്രമാണ് റോഡിനോട് ലെവലായി കിടക്കുന്നത്. ബാക്കിലേക്ക് കുറച്ച് കുന്നുപോലെയാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത മണ്ണാണ് തോന്നുന്നുണ്ട്. കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വളക്കൂറുള്ള മണ്ണാണ് തോന്നുന്നുണ്ട് കേട്ടോ, കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അതിര് എന്ന് പറയുന്നത്, വലതു ഭാഗത്തുള്ള അതിരാണ്. അപ്പോൾ അത് അതിരിങ്ങനെ കയറിയിട്ട് ചെറിയൊരു കയറ്റം പോലെ അങ്ങോട്ട് കയറുന്നുണ്ട്. കയറിയിട്ട് സ്ക്വയർ ടൈപ്പിലാണ് നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത് കേട്ടോ. പക്ഷേ 2 തട്ടായിട്ടാണ് വീടിരിക്കുന്ന ഭാഗം. ഒരു ചെറു താഴെയുള്ള തട്ടും പിന്നെ പറമ്പ് മുകളിലേക്കായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ മണ്ണൊക്കെ എടുത്തിട്ട് ഭാവിയിൽ മൊത്തം നിരത്തിയിട്ട് പുതിയ വീടൊക്കെ വയ്ക്കാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല മണ്ണും കിട്ടും, അതുപോലെ തന്നെ നല്ല നിരപ്പായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ താഴത്താണ് നമ്മുടെ അത്രയും മുകളിലേക്ക് നമ്മൾ കയറിയിട്ടോ. ഇവിടെ നോക്കുമ്പോൾ നല്ല സീനറി നമുക്ക് കാണാൻ പറ്റും. കല്ലടിക്കോട് മലയൊക്കെ ഇവിടെ നോക്കി കറക്റ്റ് കാണാം കേട്ടോ. എന്തായാലും കിഴക്കോട്ട് ദർശനമായിട്ടാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥലത്തിൻ്റെ മറ്റൊരു അതിരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദായം എന്ന് പറയാനൊന്നുമില്ല. ചെറിയ മരങ്ങൾ നമ്മുടെ അതിരിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തേക്കിൻ്റെ ചെറിയ മരങ്ങളും അതുപോലെ തന്നെ 2-3 തെങ്ങുകളും, അങ്ങനെയൊക്കെയാണ് നമുക്ക് ആദായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കല്ലടിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് കാഞ്ഞിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാത്രം മാറിയിട്ട് റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഈ ഒരു 17 സെൻറ്റ് സ്ഥലത്തിനും അതുപോലെ തന്നെ ഈ ഒരു 800-850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഓടിട്ട വീടിനും കൂടി ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ പുതിയൊരു കിടിലൻ സ്ഥലത്തിൻ്റെ വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.